കഴിഞ്ഞ വീക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 3 വീക്സ് ആയിട്ട് നമ്മൾ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട് ഈ ചാനൽ. അതേപോലെ കഴിഞ്ഞ 3 വീക്സ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്ക് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീക്കിൽ നമ്മൾ എത്ര ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയായിരുന്നു ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നുണ്ടാകുക, കാണാവുന്നുണ്ടാകും. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഞാൻ ട്രേഡ് കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വാർ പ്ലേ വഴിയാണ് ഞാൻ ട്രേഡ്സും കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളും കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചാനലിൽ ഒരു ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് ചെയ്യുന്നുണ്ട്, ICT കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സീരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് സെറ്റ് ആക്കിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്സിലെ എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ വീക്കിലി ചാർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ വീക്കിലി കഴിഞ്ഞ വീക്കിൻ്റെ ഒരു അപ്ഡേഷൻ ഒരു പ്ലാൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ടേക്ക്. അപ്പോൾ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൺ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡ്സും ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവസാനം കാണിച്ചിരുന്നതാണ് ഏതൊക്കെ ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്ത ടൈമിംഗ് കാണാനുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം ബാർ പ്ലേ ഓൺ ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ ഇവിടെ ഒരു ഫോം ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് ഡെയിലിയിലേക്ക് പോവാം. ഡെയിലി നമുക്ക് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു FVG കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഏരിയയിൽ FVG ഞാൻ ഡ്രോ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻ അപ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടുന്നതാണ്. ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് ക്യാനിൽ ക്രിയേറ്റ് ചെയ്യാൻ അപ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. എൻ്റെ എക്സ്പെക്ടേഷൻ വെച്ച് ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നതാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1 hour ക്യാനിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മാർക്കറ്റ് മൺഡേ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്ലേ നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ് ഡൗണിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫാസ്റ്റ് ചെയ്യാം, 15 മിനിറ്റ്സിലേക്ക് മാറ്റാം ടൈം ഫ്രെയിം. ഓക്കെ, മാർക്കറ്റ് മൺഡേ ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് വാച്ച് ചെയ്യാം. എൻ്റെ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുന്നതായിരുന്നു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. ഏഷ്യയുടെ ലോ ഒരു ലിക്വിഡിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്വിംഗ് ലോ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നൊരു ഷിഫ്റ്റ് കിട്ടലാണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓർഡർ ബ്ലോക്സും കാര്യങ്ങളിലുണ്ട്, അതേപോലെ FVGസും കാര്യങ്ങളിലുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് എൻ്റെ ട്രേഡും കാര്യങ്ങളും നമുക്ക് വാച്ച് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്യാപ്പ് ഏരിയയിലാണ് പ്രൈസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല ബൈ സൈഡ് ലിക്വിഡിറ്റി എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ആ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ഡംപ് വന്ന് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു ജൂഡോസും ആയിരുന്നു പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്രേഡ് എടുത്ത ഏരിയാസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് അപ്പ് സൈഡിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോയൊക്കെ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈസ് കുറച്ചും കൂടി കണ്ടിന്യൂഷൻ ഡൗൺ സൈഡിലേക്ക് വരാം. അതേപോലെ ഓൾറെഡി ഏഷ്യൻ്റെ ഒരു മൈനറായിട്ടുള്ളൊരു സ്വീപ്പും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൈനസ് ഓർഡർ ബ്ലോക്കിൻ്റെ ലെവലിൽ നിന്നായിരുന്നു ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി, എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മൈനർ FVGസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, വാലിഡേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി അപ്സൈഡ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ടാർഗറ്റ് ഒരു 1:2 കിട്ടിയാൽ എക്സിറ്റ് ചെയ്യാവുന്ന പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രൈസിൻ്റെ പ്ലേ വാച്ച് ചെയ്യാം. നല്ലൊരു ഡംപ് കിട്ടിയതിന് ശേഷം നേരെ പോയിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ദിവസം മൺഡേ തന്നെ എനിക്ക് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ട്രേഡ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കാറുള്ളത്. നമുക്ക് 1 hourലേക്ക് പോയിട്ട് ട്രേഡിൻ്റെ ബാക്കി പ്ലേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ഷിഫ്റ്റ് ക്രിയേറ്റ് ആക്കി അപ്പ് സൈഡിലേക്ക് പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബൈ സൈഡ് ലിക്വിഡിറ്റി സീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ചത്തെ ട്രേഡ് നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മുടെ മൺഡേയിലെ ട്രേഡ് ഉണ്ടായിരുന്നത്. അതേപോലെ ഈ ഒരു ഏരിയയിൽ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. പ്രീവിയസ് ഡേയുടെ ലോ സീപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡിൽ നോക്കാമെന്നായിരുന്നു ഈ ഒരു ദിവസത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. നമുക്ക് പ്ലേ ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്കിനി 5 മിനിറ്റ്സിലേക്ക് പോവാം.
ഓക്കെ, 5 മിനിറ്റ്സ് നമ്മുടെ ഏഷ്യൻ്റെ ലോയിലൊരു സി പോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പ്രീവിയസ് ഡേയുടെ ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഏരിയ. അതേപോലെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ഏരിയ ഒരു റിവേഴ്സൽ വന്ന സമയത്ത് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വന്ന നല്ലൊരു അപ്സൈഡിലേക്ക് മൊമെൻറ്റം വന്നിട്ടില്ല. ഈ ഒരു ലോ ഞാൻ വാച്ച് ചെയ്ത ഏരിയ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ ലോ സീപ്പോർട്ട് കിട്ടാതെ അപ്സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ വെച്ച് ഞാൻ അപ്സൈഡിലേക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ചേഞ്ച് ഓഫ് ഡെലിവറി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചേഞ്ച് ഓഫ് ഡെലിവറിൻ്റെ ബേസിലായിരുന്നു ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻട്രി ചെയ്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഞാൻ അഗ്രസീവായിരുന്നു എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി ചെയ്തു. ടാർഗറ്റ് ഞാൻ ഈ ഒരു ഏരിയ ആയിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ട്രേഡും കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ ഒരു MSS ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ FEG വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് FEG കാണാൻ പറ്റും. അതായത് ഓർഡർ ബ്ലോക്കും ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. ഈ എൻട്രീസ് എല്ലാം ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ എങ്ങനെയാണ് മൂവ് കിട്ടിയില്ല നമുക്ക് നോക്കാം. ഓക്കെ 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 ഞാനൊരു 1 അവറിലേക്ക് പോകാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഏഷ്യൻ്റെ ലോ ഉണ്ട്. ഈ ഒരു ബോക്സ് ആണ് ഏഷ്യ. ഈ ഒരു ലോൻ്റെ താഴെയാണ് ഏഷ്യൻ്റെ ലോ. അതേപോലെ തന്നെ ഒരു 1 അവർ FEG കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലെല്ലാം നല്ലൊരു FEGs ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ മൺഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ സ്വീപ്പോർട്ട് കിട്ടി. ഇവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുത്തിട്ടാണ് പ്രൈസ് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 4 അവറിൽ നമുക്ക് ഇവിടെ ഒരു FEGസും കൂടി ഉണ്ടായിരുന്നു. 4 അവറിൽ ഞാൻ ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ഔട്ട് ചെയ്യാം. ഈ ഒരു FEG ടാപ്പ് ചെയ്തിട്ടാണ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഏഷ്യൻ്റെ ലോ സീപോർട്ട് കിട്ടി അപ്സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടലാണെങ്കിൽ എൻട്രി ചെയ്യാവുന്ന പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്ക് എവിടെയാണ് ഏഷ്യൻ്റെ ലോ ഉള്ളത് ഞാൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ ആയിരുന്നു ഏഷ്യൻ്റെ ലോ ആയിട്ട് നമുക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഈ ഒരു ഏരിയയിൽ സീപോർട്ട് കിട്ടി. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ഡെലിവറി കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡൗൺ ക്ലോസിന് ശേഷം അപ്സൈഡിലേക്ക് അഗ്രസീവായിട്ടൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് അതേപോലെ ഒരു ചേഞ്ച് ഓഫ് ഡെലിവറി കാണിക്കുന്നുണ്ട്. MSS ഈ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ലൊരു കൺഫർമേഷൻ ആയിരുന്നു ഈ ഒരു ക്യാൻഡിൽസ്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തു. ടാർഗറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൺഡേയുടെ ഒരു ഹൈൻ്റെ ലെവലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ടാർഗറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് ഞാൻ ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ. ഞാൻ അത്രയും എയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയ വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് പ്ലേ ഒന്ന് വാച്ച് ചെയ്യാം. പ്രൈസ് ടാപ്പ് ചെയ്ത് എൻ്റെ എൻട്രി എക്സിക്യൂട്ടായി. നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റും കിട്ടിയിട്ട് ഇവിടെ നമുക്കൊരു MSS കിട്ടി. പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമ്മുടെ FEG ടാപ്പ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ FEG ടാപ്പിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് ഒരു മൊമെൻ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ട്രേഡിൻ്റെ എക്സിറ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ തന്നെയായിരുന്നു എൻ്റെ ട്രേഡിൻ്റെ എക്സിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൺഡേ നമുക്കൊരു ലോസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1 അവറിലേക്ക് തന്നെ പോവാം. 1 അവറിലേക്ക് പോയിട്ട് ഓൾറെഡി നമുക്കൊരു ബൈ സൈഡിൽ കൊടുത്തിട്ട് എടുത്തിട്ടാണുള്ളത്. നമുക്കൊന്ന് വാച്ച് ഔട്ട് ചെയ്യാം എങ്ങനെയാണ് പ്ലേ ഉള്ളതെന്ന്. പ്രൈസ് ഒരു റിയാക്ഷൻ ഒന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓൾഡ് ഹൈ സീപോർട്ട് കിട്ടിയിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് റിയാക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 50 മിനിറ്റ്സിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്നാമത് എക്സിറ്റ്
എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, ഈ ഒരു ഏഷ്യൻ്റെ എല്ലാം ഹൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഓൾറെഡി ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി കൺസിഡർ ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് ഷോർട്ട് ചെയ്യുന്ന പ്ലാനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ നെക്സ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലോ എന്ന് വെച്ചാൽ ഈ ഒരു ലോ ആയിരുന്നു. ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വലിയ PDRSO കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു നമുക്ക് FEGs ഉണ്ടായിരുന്നു, അതേപോലെ നമുക്ക് പ്രീമിയം അറയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ ഷോർട്ട് ടേം ആയിട്ടുണ്ടായിരുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്ലേ 5 മിനിറ്റ്സിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കിതൊരു ഷിഫ്റ്റ് എല്ലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഞാൻ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു FEG എന്നായിരുന്നു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻട്രി എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷോർട്ട് ടൈം ആയിട്ടുള്ള ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാർഗറ്റ് ആയിട്ട്. നല്ലൊരു ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ആയതുകൊണ്ട് MSSL ആയതുകൊണ്ട് ഞാൻ അപ്സൈഡിലേക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ലിക്വിഡിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ്റെ ബേസിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഏഷ്യൻ്റെ ഒരു ലിക്വിഡിറ്റി അതിൽ എടുത്തൊരു ഷിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റിയാക്ഷനെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സഡൻ ആയിട്ട് വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലേസും കാര്യങ്ങളൊന്നും വാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ആ ദിവസം ഒരു ലോസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പ്രൈസ് അതിന് ശേഷം റിക്കവർ ആയിട്ട് അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു 2 o'clock ശേഷം ഒരു 5 o'clock വരെയാണ്, ഈ ഒരു ടൈം വരെയാണ് ഞാൻ ട്രേഡ്സും കാര്യങ്ങളും നോക്കാറുള്ളത്. ഈ ഒരു ടൈം ആകുന്നവരെ പ്രൈസ് നല്ല രീതിയിൽ ചോപ്പി ആയിരുന്നു. നമുക്ക് വേറെ എൻട്രീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എൻട്രി സെറ്റപ്പ് ഒന്നും കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ട്രേഡ് നോക്കുന്നതുകൊണ്ട് തന്നെ വേറെ ട്രേഡ്സോ എൻട്രീസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ന്യൂയോർക്ക് പ്ലേ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ഒരു ടേർട്ടിൽ സ്വീപ്പ് സെറ്റപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ ഒന്നും കൂടി ഒരു ടേർട്ടിൽ സ്വീപ്പ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് ഡംപ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് വ്യാഴാഴ്ചത്തെ എൻട്രി ഉണ്ടായിരുന്നത്. ക്ലിയർ, പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ വരെ നമുക്ക് നോക്കലാണെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് മൺഡേ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രോഫിറ്റ്, ഈ ഒരു ഏരിയയിൽ പ്രോഫിറ്റ്, ഇവിടെ നമുക്ക് ലോസ്. വെള്ളിയാഴ്ച നമുക്ക് പ്ലേ ഒന്ന് വാച്ച് ചെയ്യാം. വെള്ളിയാഴ്ചത്തെ പ്ലേ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാം. ഏഷ്യൻ സെഷൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏഷ്യൻ സെഷൻ എത്തിയിട്ടുണ്ട്. ഏഷ്യയിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡെയിലിയിലുള്ളൊരു വ്യൂവും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഡെയിലിയിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം, ഈ ഒരു ഏരിയയിലെ ബൈ സൈഡ് ലിക്വിഡിറ്റിന് ശേഷം നല്ലൊരു റിയാക്ഷൻ ഒന്ന് ഇവിടെ ഒരു എന്താ പറയുക പ്രൈസ് ഡൗൺ ക്ലോസ്ഡ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയിലുള്ള ഒരു FEGയിലേക്ക് ഒരു റിയാക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രൈഡേ ന്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ചോപ്പി ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. നമുക്ക് വാച്ച് ചെയ്യാം എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ളതെന്ന്. എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഈ ഒരു ഏരിയയിലുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് വരുന്നതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ പ്രൈസ് വരുന്നതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ലൈൻസും കാര്യങ്ങളൊന്നും നോക്കണം നിങ്ങൾ, ഞാൻ ഡിലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ പ്ലേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നുകിൽ ഏഷ്യൻ ഹൈ സ്വീപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഷിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ്സ് പരമാവധി അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ വാച്ച് ചെയ്തിട്ട് ഷോർട്ട് ടേം ആയിട്ട് ചെറിയൊരു എൻട്രി എടുക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് 5 മിനിറ്റ്സിലേക്ക് പോവാം. 5 മിനിറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഏഷ്യ സ്വീപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു മൊമെന്റ്സ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്തു. ഇതായിരുന്നു സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ആൾക്കാർ ഈ ഒരു ഏരിയയിൽ കണ്ടോ നല്ലൊരു ഷിഫ്റ്റ് പോലെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. MSS ഒന്നും കിട്ടിയില്ല, ഞാൻ വെയിറ്റ് ചെയ്തു, നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അതിന് ശേഷം ഒരു ചോപ്പ് ആയിട്ടായിരുന്നു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ലണ്ടനിൽ ഞാൻ ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ 2 മുതൽ ഈ ഒരു ടൈം മുതൽ ഈ ഒരു 5 o'clock വരെയാണ് ഞാൻ ട്രേഡ് നോക്കാറുള്ളത്. ലണ്ടൻ കിൽ സോണിൻ്റെ ടൈം എനിക്ക് എൻട്രീസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു, ന്യൂയോർക്ക് ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്ത്. ന്യൂയോർക്ക് ടൈം വെച്ച് കഴിഞ്ഞാൽ 7 to, അതായത് ഈ ഒരു ടൈം തൊട്ട്
10 o'clock വരെയാണ് നമ്മൾ ട്രേഡ്സും കാര്യങ്ങളും നോക്കുക. ഞാൻ ഈ ഒരു ഏരിയയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 hourലേക്ക് വരുന്ന സമയത്ത് 4 hourലേക്ക് പോവാം. 4 hourൽ ഇവിടെ ഓൾറെഡി എൻ്റെ ഡെയിലി ബയാസ് എല്ലാം ഡൗൺ സൈഡിലേക്കാണ് തന്നെ. 4 hourൽ ഇവിടെ ഒരു മൈനർ FEG ഉണ്ട്, അതൊരു സീപോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആൾക്കാർ ഈ ഒരു ഏരിയ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു 1 hourലുള്ള ഓർഡർ ബ്ലോക്ക് എല്ലാം ടാപ്പ് ചെയ്തു അപ്പ് സൈഡിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ഡെലിവറി എല്ലാം കിട്ടിയെന്നുള്ള ഒരു രീതിയിലാണ് നോക്കുന്നുണ്ടാകുക. എൻ്റെ ഒരു ഡെയിലി ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡ് ചെയ്യുന്നതായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ DXY നോക്കുന്ന സമയത്ത് ഡെയിലിയിൽ, അതായത് വീക്കിലിയിൽ ഒരു FEG ടാപ്പ് ചെയ്ത് ഒരു റിവേഴ്സലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ FEG ടാപ്പ് ചെയ്ത് DXY അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരുത്താണെന്നുണ്ടെങ്കിൽ യൂറോ ഡൗൺ സൈഡിലേക്ക് ഫാൾ ആകാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബേസിലായിരുന്നു ഞാൻ ഡൗൺ സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 4 hourൽ FEG ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നത്. പ്രൈസ് നല്ല ചോപ്പി ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു MSS എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. MSS തന്നിട്ടുള്ള ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാൻഡിലായിരുന്നു. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈസ് നല്ല ചോപ്പി ആയതുകൊണ്ട് തന്നെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പ്രൈസ് അതിന് ശേഷം ഒരു കൺസോളിഡേഷൻ പോലെ ക്രിയേറ്റ് ചെയ്തു. ഒരു ഡ്രോപ്പായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്കൊരു ടേർട്ടിൽ സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് അതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് പോയിട്ട് ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ക്ലിയർ? ഈ ഒരു ഏരിയ നമുക്ക് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നു. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോപ്പിനെസ് കൊണ്ടാണ് നമ്മൾ എൻട്രീസോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ വീക്ക്ലി അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ട്രേഡ്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ലെന്ന്. അപ്പോൾ നമ്മൾ വീക്കിലി നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വ്യാഴാഴ്ച നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. പ്രൈസ് നല്ലൊരു ചോപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് അവിടെ തന്നെ കളിച്ചു. അതിനുശേഷം ന്യൂയോർക്കിൽ ഒരു ഡംപായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച അതേപോലെ ബുധനാഴ്ച നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. ചൊവ്വാഴ്ചയും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. തിങ്കളാഴ്ച നമുക്ക് ലോസ് ആയിരുന്നു. ഓവറോൾ ഞാൻ ഈ വീക്ക് എടുത്തിട്ടുണ്ടായിരുന്നു വെറും 4 ട്രേഡ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. 2 ട്രേഡ് പ്രോഫിറ്റ്, അതേപോലെ തന്നെ 2 ട്രേഡ് ലോസ്. 0.5 വെച്ചിട്ടാണ് ഞാൻ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് 0.5 ലോസ്, 1% ലോസ് ആണ്. ഇവിടെ എനിക്ക് 1% പ്രോഫിറ്റ്, 1% പ്രോഫിറ്റ്, 2% ആണ് എനിക്ക് പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ 2% മൈനസ് 1 ലോസ്, അപ്പോൾ 1% ഞാൻ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഡിസ്കോഡിലേക്ക് പോയിട്ട് ഈ എൻട്രീസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, എൻട്രി കൊടുത്ത ടൈമും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ, ഞാൻ ഡിസ്കോഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡിസ്കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് മൺഡേ തൊട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളെല്ലാം നോക്കാം. ഇപ്പോൾ മൺഡേ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ് ഇങ്ങനെയായിരുന്നു എടുത്തിട്ടാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയ, ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ചൊവ്വാഴ്ചത്തെ ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും MSSന് ശേഷം ഈ ഒരു FEG എത്തിയ സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി. നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൈ സൈഡിൽ കുടിച്ചായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബുധനാഴ്ച എടുത്ത ട്രേഡ് ആയിരുന്നു. ഞാൻ എൻട്രി എടുക്കുന്ന ടൈം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്തു. SMT എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും റീ എൻട്രി, FEG, SL ട്രെയിലിങ്. അതിനുശേഷം അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞ ഏരിയയിൽ തന്നെ ടാർഗറ്റും കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തിട്ടുള്ള വെള്ളിയാഴ്ചത്തെ എൻട്രി ആയിരുന്നു. ബൈ സൈഡിൽ കുറിച്ച് സ്വീപ്പ് ഔട്ട് ചെയ്തു. ഇവിടെ ഒരു ഏരിയയിൽ നിന്ന് ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് ഏരിയയിൽ നിന്നായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രൈസ് ഡയറക്റ്റ് ആയിട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. പ്രൈസ് ചോപ്പിയായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഈ വീക്കിൻ്റെ ട്രേഡ്സ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീക്കായിരുന്നു. നല്ല ട്രേഡ്സും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ആൾക്കാരുടെ ട്രേഡ്സും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ വ്യൂസും കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലൊരു കമ്മ്യൂണിറ്റിയിൽ വന്ന് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇടാൻ പറ്റുന്നതാണ്. ഡൗട്ട്സോ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.